ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോലിക്ക് പോകുന്നത് വരെയുള്ള ഒരു കൊച്ചു വീഡിയോയാണ്. ഇതാ രാവിലെ കലത്തിൽ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അരിയിടുന്നു. അരിയിട്ട് അത് അരി തിളച്ചു. നമുക്കൊന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാ നല്ലപോലെ നേരമൊക്കെ നല്ലപോലെ വെളുത്ത് ചെറിയ രീതിയിലുള്ള മഞ്ഞ് മൂടി കിടപ്പുണ്ട്. നല്ല മഞ്ഞുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഈ ഏരിയയിലൊക്കെ നല്ല മഴയാണ്. കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ട്. ഇതാ നമ്മളെ നിക്കി ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ നിക്കിയെ കണ്ടതാണ്. നിക്കിയെ കണ്ട് ഒന്ന് നിക്കിയായിട്ട് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നിക്കിയുടെ അടുത്ത് മക്കളെ അവിടെ കിടക്കെന്ന് പറഞ്ഞാൽ അവളവിടെ കിടന്നോളും. അവിടെ കിടക്കുകയാണ്. അപ്പോൾ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിടിച്ച് കിടത്തിയതിൻ്റെ ഒരു ചെറിയ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആൾ. നല്ല കുട്ടിയാണ് നിക്കി. അപ്പോൾ വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് നിക്കിയെയും പ്രതീക്ഷിക്കാം. നിക്കി ചെറിയ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞാലൊക്കെ അവൾ കേൾക്കും. നല്ല കുട്ടിയാണ് നിക്കി. അപ്പോൾ നിക്കിയായിട്ട് നിന്നാൽ സമയം പോണതേ അറിയില്ല. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിൽ നിന്ന് നമുക്ക് മാങ്ങ ഒഴിച്ചുകൂട്ടാനാണ്. മാങ്ങ ഒഴിച്ചുകൂട്ടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം അത് നെവക്ക നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിന് ചെറിയൊരു അരപ്പ് വേണം. അരപ്പിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത് പഴുത്തു പോയതാണ്. പിന്നെ മാങ്ങയ്ക്ക് നല്ല പുളിപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി തൈരും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ മാങ്ങയും ഈ അരപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നല്ലൊരു ഒഴിച്ചേറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഒഴിച്ചേറിയാണ്. ഒന്നിങ്ങനെ തിളച്ച് പോകാൻ പാടില്ല. ഒന്നിങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കൊരു പാത്രം വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒന്ന് ചൂടായി വരണം. വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കടുകൊക്കെ നല്ല പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയും. വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഉള്ളിയും ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറായി വരണം. ഉള്ളി നല്ല ബ്രൗൺ കളറാവണം. നല്ലൊരു ഇതായി വന്നിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഒഴിച്ചു കൂട്ടാനിലോട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മ ഇതുപോലത്തുള്ള ഒഴിച്ചേറിയൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു കറിക്ക് ഉള്ള ടേസ്റ്റൊന്നും ഇതിന് കാണില്ല. അതൊരു കാലം. അപ്പോൾ നമുക്ക് ഒഴിച്ചേറിയായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കാം. മീൻ പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മീൻ വാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടെ മിക്സാക്കി വെച്ചതിലോട്ട് നമ്മൾ ഈ മീനും കൂടെ ഇട്ട് മിക്സാക്കി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ദോശയാണുള്ളത്. ദോശയും നമ്മുടെ വാളമീൻ പൊരിച്ചത്. വാളമീൻ പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതായി വരുമ്പോഴത്തേക്കും നമുക്ക് കാപ്പി കുടിക്കാൻ സമയമായി. കാപ്പി കുടിക്കാൻ പോവുകയാണ്. ദോശയും മുട്ടക്കറിയും കട്ടനുമാണ്. അപ്പോൾ കട്ടനാണ് നമ്മൾ രാവിലെ കുടിക്കുക. ഇനി നമുക്ക് ചോറൊക്കെ കിട്ടാം. അതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അച്ചാർ,
അച്ചാറല്ല, ഉപ്പിലിടലാണേ. പിന്നെ നമുക്കിതാ നമ്മുടെ താരമൊന്ന് വാള പൊരിച്ചത്, ഇനി ഒഴിച്ചേറി ഇതെല്ലാം റെഡിയാക്കി വെച്ച് അതിനിടയിൽ ഒരു കുളിയും ഒക്കെ നമ്മൾ കുളിയൊക്കെ നേരത്തെ തന്നെ കഴിയും. ഇനി നമുക്ക് പോവാനായിട്ട് തുടങ്ങാം. നടന്നാണ് പോകുന്നത്. നടന്ന് പോകുന്ന വഴിയാണ്. ഇതിൽ കൂടെ കുറച്ച് ദൂരം ഒരു 10-15 മിനിറ്റോളം നടന്ന് പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് എന്ന് ഫ്രണ്ട്സ് നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, എങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നടന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് സ്ഥലം കാണില്ലേ, ആ സ്ഥലത്തിൽ ഒരു സ്ഥലമാണ് എനിക്കിത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചില സമയങ്ങളിൽ വരാറുണ്ട്, ഞാനും മക്കളും ഒക്കെ ആയിട്ട് വരാറുണ്ട്. മോനിവിടെ ഭയങ്കര ഇഷ്ടമാണ്, മോനും മോക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മരമാണ് സ്പെഷ്യലായിട്ട് എനിക്കിഷ്ടം. പിന്നെ നമുക്ക് നടന്ന് പോവാം, സമയമില്ല, നമുക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. നടന്ന് വരുമ്പോൾ ഇതുവഴിയേ നമുക്ക് അതിനകത്തോട്ട് പോകാൻ പറ്റും. ഇതുവഴി നമ്മൾ പശുവിനെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകണത് കണ്ടു. ഇനി മെയിൻ റോഡെത്തി ഇനി നമുക്ക് നടന്ന് പോവാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോ പിന്നെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.